കണ്ണൂരിലെ തുടർച്ചയായ തെരുവുനായ ആക്രമണത്തിൽ പ്രതിഷേധവുമായി LDF കോർപ്പറേഷനിലെ കൗൺസിൽ ഹാളിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം. കണ്ണൂർ നഗരത്തിൽ 75ഓളം പേർക്കാണ് ഇന്നും ഇന്നലെയുമായി തെരുവുനായയുടെ കടിയേറ്റത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ LDFന്റെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റു. അതിനുശേഷം ഒരു തെരുവുനായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അത് ഈ കടിച്ച നായയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമില്ല. അപ്പോൾ വലിയ ആശങ്ക അവിടെ തുടരുകയാണ്. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? സ്മൃതി, വലിയ ആശങ്കയാണ് കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഉള്ളത്. ഇന്നലെയും ഇന്നുമായി 75ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുയരുന്നത്. കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് LDF പ്രവർത്തകർ ഇരച്ചെത്തി. പക്ഷേ പോലീസ് അവരെ അവിടെ വെച്ച് തടയുകയാണ് ഉണ്ടായത്. നിലവിലിപ്പോൾ വലിയൊരു പ്രതിഷേധം LDFന്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. യെസ്, തെരുവുനായ്ക്കളെ ശല്യം നേരിടുന്നതിന് വേണ്ടി ഒരു കാര്യവും കോർപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ ഇതുവരെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് നിരന്തരമായി നമ്മൾ ഈ വിഷയം ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വത്തെ പൂർണ്ണമായി കൈയൊഴുകിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നാട്ടിലുണ്ടാകുന്നത്. ശക്തമായി ഈ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏതായാലും അങ്ങനെയാണ് സ്മൃതി, ശക്തമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് LDF പറയുന്നത്. കാരണം ഇന്നലെ തെരുവുനായയുടെ ആക്രമണത്തിൽ കണ്ണൂർ നഗരത്തിൽ മാത്രം ഇന്നലെ 56ഓളം പേർക്ക് കടിയേറ്റിരുന്നു. പിന്നാലെ ഒരു നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. രാവിലെ 11 പേർക്കാണ് കടിയേറ്റത്. അതിനുശേഷം വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നു. 7ഓളം പേർക്ക് പിന്നെയും കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിൽ ABC നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്റിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. തനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അവർക്ക് പിടികൂടാനുള്ള അധികാരം ഇല്ലെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അത് തെറ്റായ കാര്യമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അധികാരം ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകമായിട്ട് ഇത് പിടികൂടാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഡോഗ് സ്ക്വാഡിനെ ഉണ്ടാക്കണം, അതിനാവശ്യമായ ആളുകളെ നിയമിക്കണം. ഷെൽട്ടർ, ഈ നായയെ പിടിച്ചാൽ പോരാ, പിടിച്ചുകൊണ്ടുവരുന്ന നായയെ പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനുള്ള ഫണ്ട് വിലയിരുത്താനും അവർക്ക് അധികാരമുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ അറിവിൽ ഒരു ഫണ്ടും ഇതുവരെ നീക്കിവെക്കാൻ തയ്യാറായിട്ടില്ല. ആകെ 2 കൂട് ഇവിടെ നായയെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ള മറുപടി. നമുക്കറിയാം 2 കൂട് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? എൻ്റെ ഡിവിഷനിലെ കഴിഞ്ഞ ദിവസം നായ കടിച്ചു. പിറ്റേ ദിവസം നമ്മൾ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അവരാണ് വരുന്നത്. അല്ലാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ലാതെ നായയെ പിടിക്കാനുള്ള ഒരു സൗകര്യവും കണ്ണൂർ കോർപ്പറേഷനില്ല. ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലയിലാകെ അത് നടപ്പാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അങ്ങനെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കുന്ന പട്ടണപ്രദേശമാണ്. അതുകൊണ്ട് കോർപ്പറേഷന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഇനി 4 മാസം കൂടിയാണ് ഈ കോർപ്പറേഷൻ്റെ കാലാവധി ഉള്ളത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇറങ്ങി പോരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നായശല്യത്തിന് ഒരു ചെറുവിരലനക്കാൻ
കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അപമാനകരമാണ് സാഹചര്യം. ഒരു ABC സെന്റർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ആകെ ഒരു ABC സെന്റർ. അത് ഈ കോർപ്പറേഷന്റെ മാത്രം വീഴ്ചയായിട്ട് ഇതിനെ എങ്ങനെ കാണാൻ സാധിക്കും? അതിൽ സർക്കാരിന്റെ കൂടി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ കൂടി ഇടപെടൽ ആവശ്യമല്ലേ? അല്ല, ജില്ലാ പഞ്ചായത്താണ് പടിയൂരിലെ ABC സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ഒന്നുകൂടി ഇപ്പോൾ ഒരു ഷെൽട്ടർ കൂടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നായിൻ്റെ ശല്യം നമുക്കറിയാം വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാവുകയാണ്. നിയമപരമായിട്ട് മറ്റൊന്നും ചെയ്യാൻ നമുക്കറിയാം അനുവാദമില്ല. പഴയതുപോലെ നായിനെ കൊല്ലാനുള്ള അനുവാദമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്ന നായ്ക്കളെ, അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടിക്കുകയും അതിനെ വന്ധ്യംകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തദ്ദേശഭരണ സ്ഥാപനം അതിന് മുൻകൈ എടുക്കണം. അങ്ങനെ പഴിചാരിക്കൊണ്ട് നിന്നുകൊണ്ട് കാര്യമുണ്ടോ? കോർപ്പറേഷൻ പരിധിയിലെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷൻ ഉത്തരവാദിത്വമില്ലേ? അത് ജില്ലാ പഞ്ചായത്തിനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ഇവർ ചെയ്യേണ്ടത്? സ്മൃതി, ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ പഞ്ചായത്തിന് മേൽ പഴിചാരിക്കൊണ്ട് കോർപ്പറേഷൻ രക്ഷപ്പെടുകയാണ്. കൂടാതെ ഈ തെരുവ് നായകളുടെ ശല്യം അത് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ഒന്നും തന്നെ ഫലപ്രദമല്ല. ഇന്നലെ ഈ ഒരു തെരുവുനായയുടെ ശല്യം ഉണ്ടായതിന് പിന്നാലെ 1-2 കൂടുകൾ കൊണ്ടുവന്ന് തെരുവുനായെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഒപ്പം തന്നെ ജില്ലയിൽ ആകെയുള്ളത് ഒരു ABC സെന്റർ മാത്രമാണ്. മറ്റ് ABC സെന്ററുകൾ സ്ഥാപിച്ച് ഈ തെരുവുനായകളെ വന്ധ്യംകരിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലേ? അതോടൊപ്പം ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? കുട്ടികളടക്കമുള്ളവർക്കാണ് കടിയേറ്റത്. പല സമയങ്ങളിലായി ഇന്നലെ മുഴുവൻ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാവുകയായിരുന്നു. അതിൽ വൃദ്ധരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ നില എന്താണ്?